വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സിനിമാ താരം അജിത് ജയലളിതയുടെ പിൻഗാമിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അദ്ദേഹം ഷൂട്ടിംഗ് ഒഴിവാക്കി ചെന്നൈയിലെത്തിയത് സജീവ ചർച്ചയാകുന്നു. ബൾഗേറിയയിൽ നിന്ന് നടക്കുന്ന ഷൂട്ടിംഗ് ഒഴിവാക്കിയാണ് അജിത് ഭാര്യ ശാലിനിക്കൊപ്പം മെറീന ബീച്ചിലെത്തി ജയലളിതയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചത്. ജയലളിതയുടെ പിൻഗാമി ആരായിരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സിനിമാ താരം അജിത് ഷൂട്ടിംഗ് വെട്ടിച്ചുരുക്കി ചെന്നൈയിലെത്തിയത്. അജിത്തായിരിക്കും ജയലളിതയുടെ പിൻഗാമിയെന്ന നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു. ജയലളിത അത്യാസന്ന നിലയിൽ കിടക്കുമ്പോഴും കാണാൻ അനുവദിച്ചത് അജിത്തിനെ മാത്രമായിരുന്നു. മറീന ബീച്ചിൽ ഭാര്യ ശാലിനിക്കൊപ്പം എത്തിയാണ് അജിത് അന്തിമോപചാരം അർപ്പിച്ചത്. സിരുന്തൈ ശിവം എന്ന സിനിമയിൽ വിവേക് ഒബ്രായ്ക്കൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അജിത്തിന്റെ പെട്ടെന്നുള്ള മടങ്ങിവരവ്. ഇത് വലിയ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട്. അതേസമയം ജയലളിതയുടെ വൻതോതിലുള്ള സ്വത്തുക്കളുടെ അവകാശി ആരായിരിക്കുമെന്നുള്ളതും സജീവ ചർച്ചയാണ്. ജയയുടെ സ്വന്തം വസതിക്ക് മാത്രം 43.96 കോടി രൂപ വിലമതിപ്പുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂല പ്രകാരം 118.58 കോടിയുടെ സ്വത്ത് ജയലളിതയ്ക്കുണ്ട്. 10.63 കോടിയുടെ ബാങ്ക് നിക്ഷേപവുമുണ്ട്. സ്വത്തുക്കൾ തോഴി ശശികലയ്ക്ക് ലഭിക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ജയലളിതയുടെ മരുമക്കളും സ്വത്തിൽ അവകാശമുന്നയിച്ചിട്ടുണ്ട്. MR സജേഷ്, ചെന്നൈ. ശശികലയെ മുൻനിർത്തി തമിഴ്നാട് രാഷ്ട്രീയം കൈപ്പിടിയിലൊതുക്കാൻ മോദിയുടെയും BJPയുടെയും നീക്കം. ജയലളിതയുടെ സംസ്കാര ചടങ്ങിൽ ശശികലയെ കൊണ്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്യിപ്പിച്ചതിലും പനീർശെൽവത്തെ അപ്രസക്തനാക്കി ശശികലയ്ക്ക് പ്രാമുഖ്യം നൽകിയതിലും മോദിയുടെ ഇടപെടലുണ്ടെന്നാണ് വിലയിരുത്തൽ. അധികം താമസിയാതെ ശശികലയെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തും. AIADMKയുടെ മുതിർന്ന നേതാക്കളുടെ എതിർപ്പിനിടയിലാണ് തമിഴ്നാട്ടിലെ BJP ഇടപെടൽ. ജയലളിതയ്ക്ക് ശേഷം തമിഴ്നാട് രാഷ്ട്രീയം എങ്ങോട്ടെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. പനീർശെൽവത്തെ നിഴലിൽ നിർത്തി ശശികലയെ അധികാര കേന്ദ്രമാക്കി AIADMKയിൽ പിടിമുറുക്കുകയാണ് BJPയുടെ തന്ത്രം. ജയലളിതയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്തും സംസ്കാര ചടങ്ങുകളിലും ശശികലയും കുടുംബാംഗങ്ങളുമായിരുന്നു സജീവ നേതൃത്വം വഹിച്ചത്. അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശികലയെ ആശ്വസിപ്പിച്ചതിനു ശേഷം വേദിയിലിരുന്ന ഭർത്താവ് നടരാജനുമായി സംസാരിച്ചിരുന്നു. ശശികലയെ ഉപയോഗിച്ച് അരനൂറ്റാണ്ട് നീണ്ട ദ്രാവിഡ രാഷ്ട്രീയത്തിന് മുനിയൊടിക്കാനാണ് BJP കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത്. അപ്പോളോ ആശുപത്രിയിൽ ജയലളിതയുടെ മരണവിവരം സ്ഥിരീകരിച്ച ഉടനെ AIADMK നേതാക്കളുമായി BJPയുടെ കേന്ദ്ര നേതൃത്വം ബന്ധപ്പെട്ടതായാണ് വിവരം. ശശികല വഴിയായിരുന്നു ആശയവിനിമയം. BJP നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ജയലളിത മരിച്ച രാത്രിയിൽ തന്നെ പനീർശെൽവത്തിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത്. AIADMKയുടെ മുതിർന്ന നേതാക്കളായ തമ്പിദുരൈ, പഴനിവേൽ, മുഖ്യമന്ത്രി പനീർശെൽവം തുടങ്ങിയവർക്കെല്ലാം ശശികലയുടെ നീക്കങ്ങളിൽ എതിർപ്പുണ്ടെങ്കിലും പരസ്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. ശശികലയെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി പോയസ് ഗാർഡനിൽ അവരോധിച്ച് അധികാര കേന്ദ്രമാക്കുന്ന BJPയുടെ നീക്കം വിജയിക്കുമോ എന്നതനുസരിച്ചായിരിക്കും AIADMKയുടെ ഭാവി. ന്യൂസ് ബ്യൂറോ, ചെന്നൈ. അമ്മ ഓർമ്മയാകുമ്പോൾ ഇനി കണ്ണുകൾ തിരയുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഉൾപ്പിരിവുകളിലേക്കാണ്. ജയലളിതയില്ലാത്ത തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് നടത്തുന്ന വിശകലനം. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന സംസ്ഥാനങ്ങളുടെ മുൻനിരയിലാണ് തമിഴ്നാട്. രാഷ്ട്രീയത്തോടൊപ്പം സാമ്പത്തിക സമവാക്യങ്ങൾ കൂടി നോക്കുമ്പോൾ തമിഴ്നാടിന്റെ തിളക്കം ഒന്നുകൂടി വർദ്ധിക്കുന്നു. ജയലളിതയുടെ അഭാവം തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. DMKയുടെ ഘടന, ഭാവി എന്നതിനപ്പുറം മറ്റ് രാഷ്ട്രീയ സമവാക്യങ്ങളെ കൂടി മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഈ അപാര ശൂന്യത. DMK ഒരു സുസ്ഥിര ഘടനയുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല. MGRന്റെയും പിന്നീട് ജയലളിതയുടെയും വ്യക്തിപ്രഭാവത്തിൽ കോർത്തിണക്കപ്പെട്ട രാഷ്ട്രീയ മുന്നേറ്റമാണ്. പനീർശെൽവം മുഖ്യമന്ത്രിയായെങ്കിലും യഥാർത്ഥ അധികാര കേന്ദ്രം ഇനിയും ഉരുത്തിരിയാൻ പോകുന്നതേയുള്ളൂ. ജയയുടെ തോഴി ശശികലയിലേക്കാണ് ഏവരുടെയും കണ്ണ്. അവരുടെ ചലനവും, എന്തിനേറെ ശ്വാസനിശ്വാസങ്ങൾ പോലും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇമവെട്ടാതെ നിരീക്ഷിക്കുന്നു. ഉടനെയല്ലെങ്കിലും ഭാവിയിൽ ഉണ്ടാകാൻ ഇടയുള്ള ചെറിയൊരു പൊട്ടിത്തെറി പോലും ഭരണമാറ്റത്തിന് വഴിവെച്ചേക്കാം. എന്നാൽ കരുണാനിധിയുടെ വഷളായ ആരോഗ്യവും സംഘടനയിലെ പ്രശ്നങ്ങളും പുതിയ അവതാരങ്ങൾ ചക്രവാളത്തിൽ ഉദിക്കുമെന്ന ഭീതിയും DMK രാഷ്ട്രീയത്തിന് മേലും കരുനിഴൽ വീഴ്ത്തുന്നുണ്ട്. പോണ്ടിച്ചേരിയിലെ ഒരു സീറ്റ് ഉൾപ്പെടെ 40 ലോക്സഭാ MPമാരെ സംഭാവന ചെയ്യുന്ന തമിഴ്നാടിന് മേൽ ദേശീയ കക്ഷികളായ BJPക്കും കോൺഗ്രസിനും ഒരേപോലെ ഉത്കണ്ഠകളും പ്രതീക്ഷകളുമുണ്ട്. രജനീകാന്തിനെ പോലെയുള്ള താരരാജാവിനെ കിട്ടിയാൽ ഒരു കൈ നോക്കാമെന്ന പഴയ പ്രതീക്ഷയുടെ ചീട്ടുകെട്ട് അമിത്ഷാ പൊടിതട്ടിയെടുത്തേക്കാം. അല്ലെങ്കിൽ ദുർബലമായ DMK വരുതിയിൽ കൊണ്ടുവരാനും BJP ശ്രമിക്കും. പണ്ട് MGR മരിച്ച വേളയിൽ തമിഴ്നാട്ടിൽ നഷ്ടപ്പെട്ട പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കോൺഗ്രസ് പാടുപെട്ടതാണ്.
1989 തിരഞ്ഞെടുപ്പിൽ 13 തവണയാണ് രാജീവ് ഗാന്ധി തമിഴ്നാട് സന്ദർശിച്ചത്. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസിന് കേവലം 26 സീറ്റ് കൊണ്ട് പിന്നോട്ട് പോകേണ്ടി വന്നു. മൺമറഞ്ഞത് ഇതിഹാസ വനിതയാണ്. സർവവും അടക്കിവാണ മഹാമേരു. ശൂന്യതയുടെ ആഴവും പരപ്പുമാണ് തമിഴ്നാടിനെ പ്രവചനങ്ങൾക്കും കണക്കൂട്ടലുകൾക്കും അപ്പുറത്ത് പ്രതിഷ്ഠിക്കുന്നത്. വരും ദിനങ്ങൾ നിർണായകമാകുന്നതും ഇക്കാരണം കൊണ്ട് തന്നെ. ജോൺ ബ്രിട്ടാസ്. ശബരിമലയിലെ ഉൾക്കാടുകളിൽ കമാൻഡോ സംഘം നടത്തുന്ന പരിശോധനകൾ തുടരുന്നു. സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി 15 അംഗ സംഘമാണ് വനത്തിൽ പരിശോധന നടത്തുന്നത്. സന്നിധാനത്തിന് ചുറ്റുമുള്ള ഉൾക്കാടുകളാണ് കമാൻഡോ സംഘം അരിച്ചുപെറുക്കിയത്. വൈകിട്ട് 4:30 തുടങ്ങിയ പരിശോധന 3 മണിക്കൂറോളം തുടർന്നു. ഉൾക്കാടുകളിൽ കിലോമീറ്ററുകളോളം ഇവർ പരിശോധന നടത്തി. മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ കമാൻഡോ സന്നിധാനത്തെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. ബാബറി മസ്ജിദിന്റെ ഓർമ്മ പുതുക്കൽ ദിനം കൂടി വന്നതോടുകൂടി സുരക്ഷ ഒന്നുകൂടെ ശക്തമാക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പും കേന്ദ്ര ഇന്റലിജൻസും നിർദ്ദേശം നൽകിയിരുന്നു. കാടുകളിൽ നടക്കുന്ന പരിശോധനയിൽ ഏതെങ്കിലും വസ്തുക്കളോ എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അപ്പോൾ തന്നെ വിലയിരുത്തുന്നുമുണ്ട്. ഈ ഏരിയയിൽ നിന്നാണ് നമുക്ക് ഒരു ശത്രുക്കൾക്ക് ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഓൾമോസ്റ്റ് കവർ ചെയ്തപ്പോൾ നാളെ രാവിലെയും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇതുപോലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് പോകണം. ഏതെങ്കിലും എക്സ്പീരിയൻസ് ആരെങ്കിലും സ്റ്റേ ചെയ്തതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അത് റിപ്പോർട്ടായിട്ട് നമുക്ക് എസ്ഐ കൊടുക്കാൻ കഴിയുന്നതാണ്. 15 അംഗ സംഘമാണ് ഇന്നലെ തിരച്ചിലിനിറങ്ങിയത്. വരും ദിവസങ്ങളിലും ഇവർ ശബരി വനങ്ങളിൽ പരിശോധനയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഡിസംബർ 6 എന്ന ഒറ്റ ദിവസത്തെ മുൻനിർത്തിയുള്ള സുരക്ഷാ പരിശോധനയല്ല ഇവരുടേത്. മറിച്ച് ശബരിമലയ്ക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന മറ്റൊരു ലക്ഷ്യമാണ് ഇതിനു പിന്നിലുള്ളത്. ശബരിമലയിലെ ഉൾക്കാടുകളിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തലസ്ഥാനത്ത് തിരിതെളിയും. മേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു. പ്രതിനിധികൾക്കായുള്ള പാസ് വിതരണം ആരംഭിച്ചു. 65 രാജ്യങ്ങളിൽ നിന്നുള്ള 185 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. തലസ്ഥാനത്ത് തിരക്കാഴ്ചകൾക്ക് തിരിതെളിയാൻ ഇനി ഒരു നാൾ മാത്രം. 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശാഗന്ധിയിൽ മേളയ്ക്ക് തിരിതെളിയിക്കും. 21ാമത് ചലച്ചിത്രമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു. മേളയെ കലാമൂല്യമുള്ളതും മികവുറ്റതുമാക്കുകയാണ് ലക്ഷ്യമെന്നും കമൽ വ്യക്തമാക്കി. ഡെലിഗേറ്റ്സിന്റെ എണ്ണത്തിലും കഴിഞ്ഞ വർഷങ്ങളെക്കാളും നല്ല വർധനവുണ്ട്. അതിൻ്റെതായ ഒരു സമ്മർദ്ദമുണ്ട് നമുക്ക്. Personally, I'm a person who believes that modesty is the best way to. We don't need money to do a good festival. We need commitment, which we all have. Yeah. മേളയിൽ വൈവിധ്യവും വ്യത്യസ്തവുമായ പാക്കേജുകളാണുള്ളതെന്ന് ആർട്ടിസ്റ്റിക് ഡയറക്ടറും അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ ബീന പോൾ പറഞ്ഞു. ചലച്ചിത്രോത്സവത്തിനായുള്ള പ്രതിനിധികൾക്കായുള്ള പാസ് വിതരണം മന്ത്രി AK ബാലൻ നടി മഞ്ജു വാര്യർക്ക് നൽകി നിർവഹിച്ചു. ഭിന്നലിംഗക്കാർക്കായുള്ള പാസ് വിതരണം മഞ്ജു വാര്യർ ശീതൾ ശ്യാമിന് നൽകി തുടക്കം കുറിച്ചു. ചലച്ചിത്രമേളയുടെ ഭാഗമായി ഫെസ്റ്റിവൽ ഓഫീസിന്റെ പ്രവർത്തനവും ആരംഭിച്ചു. ചലച്ചിത്രമേളയുടെ ഭാഗമായി നാടൻ കലാരൂപങ്ങളുടെ അവതരണം, മൺമറഞ്ഞ കലാകാരന്മാരെ ആദരിക്കൽ, പ്രദർശനം എന്നിവയും ഒരുക്കുന്നുണ്ട്. ഡിസംബർ 9 മുതൽ 16 വരെയായി നടക്കുന്ന മേളയിൽ 13 തിയേറ്ററുകളിലായി 65 രാജ്യങ്ങളിൽ നിന്നുള്ള 185 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന KSRTCയെ കരകയറ്റുക എന്ന ലക്ഷ്യമിട്ട് പരിധിയില്ലാത്ത യാത്രാ ഓഫറുമായി KSRTC പ്രീപെയ്ഡ് കാർഡുകൾ അവതരിപ്പിക്കുന്നു. ഒരു മാസത്തേക്ക് പരിധിയില്ലാതെ യാത്ര ചെയ്യാൻ 1000 മുതൽ 5000 രൂപ വരെ മണി വാല്യൂ ഉള്ള പ്രീപെയ്ഡ് കാർഡുകളാണ് KSRTC യാത്രക്കായി ഒരുക്കുന്നത്. പുതിയ പദ്ധതി അടുത്തയാഴ്ച യാഥാർത്ഥ്യമാക്കാനാണ് തീരുമാനം.